ഭാരതീയ വിശ്വാസപ്രകാരം സർവ്വ ഐശ്വര്യത്തിൻ്റെ ദിനമായിട്ടാണ് അക്ഷയ തൃതീയ ആഘോഷിച്ചു വരുന്നത്. ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉത്തമമായ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാമത്തെ തീയതിയാണ് അക്ഷയ തൃതീയ വരുന്നത്. അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ല എന്നാണ് വിശ്വാസം. അന്നേ ദിവസം ദാനധർമ്മങ്ങൾ നടത്തുന്നതും പുണ്യമായി കരുതി വരുന്നു. ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്ന ഈ ദിവസം പുണ്യമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം നമുക്ക് ദാനധർമ്മങ്ങൾ നടത്തുന്നതിനും നമ്മുടെ മരിച്ചുപോയ ആത്മാക്കൾക്ക് പിതൃതർപ്പണം ചെയ്യുന്നതിനൊക്കെ പറ്റുന്ന നല്ലൊരു ദിവസം കൂടിയാണ്. അതുപോലെ നാമം, ജപം ഇവയൊക്കെ ചെയ്യുന്നത് അന്നത്തെ ദിവസം നല്ലതാണ്. അതുപോലെ അന്നത്തെ ദിവസം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പുണ്യകരമായിട്ടുള്ള പ്രവൃത്തി വിശന്ന് വലഞ്ഞു വരുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ വസ്ത്രം ദാനം ചെയ്യുക, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അർഹിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കുക, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് അക്ഷയ തൃതീയ ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങൾ, പ്രവൃത്തികൾ. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അക്ഷയ തൃതീയ ദിവസം അറിയാതെ പോലും നമ്മൾ ഈ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരരുത്. അനർത്ഥങ്ങൾ ഇവയ്ക്ക് പടി കയറി വരുമെന്നാണ് തീർച്ചയാണ് കേട്ടോ. അപ്പോൾ വിശ്വാസപ്രകാരം ഏറ്റവും ശുഭകരമായിട്ടുള്ള ദിവസമായിട്ട് കണക്കാക്കുന്ന ഒരു ദിവസമാണ് ഈ അക്ഷയ തൃതീയ. അപ്പോൾ വിശ്വാസപ്രകാരം ഏറ്റവും ശുഭകരമായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് നമ്മൾ അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്. അപ്പോൾ 2025 ഏപ്രിൽ 30-നാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കുന്ന ദിനമാണ്. ഈ ദിനത്തിൽ നമുക്ക് ദിവസത്തിൽ സ്വർണം വാങ്ങുന്ന വളരെയധികം ഐശ്വര്യവും സന്തോഷവും ഒക്കെ കൊണ്ടുവരുന്നതാണ് വിശ്വാസം. സ്വർണം വാങ്ങിക്കുന്നവർ വാങ്ങിക്കുക, പറ്റാത്തവർക്ക് സാധിക്കാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വർണം വാങ്ങാൻ സാധിച്ചില്ലെങ്കിലും അന്നേ ദിവസം ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് അനർത്ഥങ്ങൾ തന്നെ വിളിച്ചു വരുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ നമ്മൾ പറയുന്ന വസ്തുക്കൾ പരമാവധി നിങ്ങൾ ആ അക്ഷയ തൃതീയ ദിവസം വീട്ടിലേക്ക് വാങ്ങിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് വസ്തുക്കളാണ്. അതുപോലെ കറുത്ത നിറമുള്ള വസ്തുക്കൾ, മൂന്നാമത് മൂർച്ചയുള്ള വസ്തുക്കൾ, കത്രിക ഇങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ഒഴിഞ്ഞ പാത്രങ്ങൾ, പിന്നെ മറ്റുള്ളവർ ഉപയോഗിച്ച വസ്ത്രങ്ങളോ സ്വർണ്ണങ്ങളോ എന്ത് സാധനങ്ങളായിട്ട് മറ്റുള്ളവർ ഉപയോഗിച്ച ഒരു സാധനങ്ങളും നമ്മൾ അന്നേ ദിവസം വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കുക. വിഷ്ണു ഭഗവാൻ ഉണരുന്ന സുദിനമാണ് അക്ഷയ തൃതീയ ദിനം. ഈ ദിവസം വിഷ്ണു ഭക്തർ ഒരു ദിവസത്തെ വ്രതമെടുത്ത് വിഷ്ണുവിനെയും ലക്ഷ്മി ഭഗവതിയെയും പൂജിക്കുന്നു. ഈ പുണ്യദിനത്തിൽ ദാനധർമ്മങ്ങൾ നടത്തുന്നതും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലും പൂജ, ജപം മുതലായവ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അക്ഷയഫലത്തെ പ്രാധാന്യം ചെയ്യുന്നു എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു. ഈ പുണ്യ ദിവസം പുണ്യകർമ്മങ്ങൾ ചെയ്താൽ സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തിയും അക്ഷയ പുണ്യവും കീർത്തിയും ധനവർദ്ധനവും ഉണ്ടാകുമെന്ന് പറയുന്നു. ശ്രീകൃഷ്ണൻ കുചേലനെ കുബേരനാക്കിയത് ഈ ദിവസമാണ്. അക്ഷയ തൃതീയ ദിവസമാണ് ശ്രീകൃഷ്ണൻ പാഞ്ചാലിക്ക് ഈ അക്ഷയപാത്രം സമ്മാനിച്ചത്. അക്ഷയം എന്നാൽ ഒരിക്കലും നശിക്കാത്തത് എന്നാണ്, എത്ര എടുത്താലും തീരാത്തത് എന്നെല്ലാമാണ് അർത്ഥം. അതുപോലെ തന്നെ വ്യാസമഹർഷി മഹാഭാരതം എഴുതി തുടങ്ങിയതും ഗണപതി ഇത് പകർത്തി എഴുതി തുടങ്ങിയതും ഈ ദിവസമാണ്. യോഗനിദ്രയിൽ നിന്ന് വിഷ്ണു ഭഗവാൻ ഉണരുന്ന സുദിനമാണ് അക്ഷയ തൃതീയ ദിനം. ഈ ദിവസം വിഷ്ണു ഭക്തർ ഒരു ദിവസത്തെ വ്രതമെടുത്ത് വിഷ്ണുവിനെയും ലക്ഷ്മി ഭഗവതിയെയും പൂജിക്കുന്നു. പുണ്യമായിട്ടുള്ളൊരു ദിവസമാണ്. അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അക്ഷയഫലത്തെ പ്രാധാന്യം ചെയ്യുന്നു എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നു. ഈ ദിവസം പുണ്യകർമ്മങ്ങൾ ചെയ്താൽ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തിയും അക്ഷയ പുണ്യവും കീർത്തിയും ധനവർദ്ധനവുമാണ് ഫലം എന്ന് പറയുന്നു. എല്ലാവരും അക്ഷയ തൃതീയ എന്ന് പറയുമ്പോൾ സ്വർണ്ണം വാങ്ങാൻ പറ്റുന്ന ഒരു ദിവസമാണല്ലോ. അപ്പോൾ സ്വർണ്ണം വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ദിവസമാണ് ഏപ്രിൽ 30 അക്ഷയ തൃതീയ അന്ന്. അത് സമയം എന്ന് പറയുന്നത് 5:41 മുതൽ ഉച്ചയ്ക്ക് 2:12 വരെ സ്വർണ്ണം വാങ്ങാൻ നല്ലതാണ്. അതല്ല, സ്വർണ്ണം വാങ്ങാൻ കഴിയാത്തവരുണ്ടാവുമല്ലോ, അത് ശുഭകരമായി കണക്കാക്കപ്പെടുന്ന ചില വസ്തുക്കൾ നമുക്ക് വാങ്ങാം. ഇതിൽ മൺപാത്രം ഒഴിച്ചിട്ട് പിച്ചള പാത്രങ്ങൾ വാങ്ങിക്കാം. മഞ്ഞ, കടുക് എന്നിവയൊക്കെ നമ്മുടെ വീട്ടിൽ അന്നത്തെ ദിവസമായിട്ട് വാങ്ങിക്കാൻ നല്ലൊരു ദിവസമാണ്. നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റുന്ന നല്ലൊരു ദിനം കൂടിയാണ് ഈ അക്ഷയ തൃതീയ ദിവസം. അപ്പം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.